ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഹലോ, വെൽക്കം ടു നിഷാബിഡീസ് വ്ളോഗ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഗാർഡനിങ് ചെയ്യാനാണ്. അപ്പോൾ ഗാർഡനിങ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കിട്ടുന്നത്. ഇപ്പം മഴയായതുകൊണ്ട് ഇപ്പം പച്ചക്കറിയോ ചീര ഒന്നും ഉണ്ടാവണില്ല. ഈ സമയത്ത് ഇത് കഴിഞ്ഞ് മഴയൊന്ന് കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ വിത്തൊക്കെ പാകി തുടങ്ങുന്നത്. ഈ വർഷം മഴ കൂടുതലാണ്. മറ്റ് കുറച്ചെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങാൻ. അപ്പം ഇനി ഞാൻ വിത്തൊക്കെ വാങ്ങാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കർക്കിടകം ഒന്ന് പകുതി ആയതിനു ശേഷം പയറ്, വെണ്ട, കയ്പ അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. വെണ്ട ഒക്കെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും. പിന്നെ ഞങ്ങൾ രണ്ടുപേരുള്ളൂ, അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വെക്കാനുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ചീരയൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ചീരയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ പിന്നെ വിത്തിൻ്റെ ആവശ്യമില്ല, അന്ന് തന്നെ വീട് മുളയ്ക്കുകയാണ് ചെയ്യണേ. പിന്നെ ചാണകത്തിൻ്റെ പച്ചച്ചാണകം കലക്കി ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ചീര ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നേർപ്പിച്ച് ഒഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെയിറ്റ് പോട്ടിങ്ങിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ്. അപ്പം ഞാൻ എനിക്ക് വെയിലുള്ളത് പറമ്പിലല്ല, വീടിൻ്റെ സൈഡ് ഭാഗങ്ങളിലാണ് വെയിലുള്ളത്. അപ്പം ഞാൻ അവിടെ കുറച്ച് നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. കയ്പയും പയറൊക്കെ ഞാൻ അവിടെയാണ് പടർത്തി കൊടുക്കുന്നത്. അപ്പം ഇപ്പം നെറ്റിലുള്ള പഴയ കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത പാകാനായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട്സിലാണ് ചില പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പം ഞാൻ ആ പോട്ട്സൊക്കെ മുറ്റം ക്ലീൻ ആക്കിയ സമയത്ത് മുന്നിൽ പറമ്പ് കൊണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഞാനിപ്പം ഓരോന്നായിട്ട് എടുത്തിട്ട് മണ്ണ് ഒഴിവാക്കിയിട്ട് അടുത്ത പുതിയ മണ്ണ് നിറയ്ക്കാനായിട്ട് റീപ്ലാന്റ് ചെയ്യാനായിട്ട് മണ്ണ് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് പച്ചക്കറികളും ഞാൻ ഉണ്ടാക്കിയതും കുറച്ച് പൂക്കളും ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോ പ്ലാന്റ്സിൻ്റെയും പേര് ഇതിൽ തന്നെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കക്കിരീൻ്റെ വള്ളി പൂവിട്ട് കായായി തുടങ്ങുമ്പോൾ കാണിച്ചിട്ടുള്ളതാണ്. ഇത് കായായതിന് ശേഷം എടുത്ത ഫോട്ടോസ്. ഇത് ജമന്തിയും ചട്ടിപ്പൂവൊക്കെ നന്നായി വളർന്ന് നിൽക്കുന്ന സമയം. പിന്നെ ഞാൻ കുറച്ച് കടല മുളപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെ ആ സമയത്ത് അത്യാവശ്യം നല്ല കടല ഉണ്ടായിരുന്നു. ഇത് ചട്നിയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ചട്നിയിൽ അതിട്ട ടൈമിൽ. പിന്നെ ഇതൊക്കെ ഞാൻ കുറേശ്ശെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരുപാടൊന്നും ഉണ്ടാക്കാനുള്ള സ്ഥലം മുറ്റത്തില്ല. പിന്നെ പറമ്പിൽ തെങ്ങായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഞാൻ പറമ്പിൽ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ തേങ്ങ വീണിട്ടും ഓല വീണിട്ടൊക്കെ ഒരുപാട് അതിന് പ്രശ്നം വരാറുണ്ട്. അത് മസ്ക് മെലോണായിരുന്നു. ഇത് എൻ്റെ കുറച്ച് പൂക്കളും ചെടികളൊക്കെ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. മഴയാണെങ്കിലും അവർ പിടിച്ച് നിൽക്കുന്നുണ്ട്. ചിലപ്പം മഴയത്ത് പൂക്കണ ചെടികളും ഉണ്ടാവും ചിലപ്പോൾ ഇതിൽ. പിന്നെ കുറച്ചെങ്കിലും പൂക്കളുണ്ടാവും മുറ്റത്ത് ഇറങ്ങുമ്പോൾ കാണാൻ തന്നെ രസമാണല്ലോ. ടേബിൾ റോസ് പിന്നെ ഏത് സമയത്തും ചെറിയൊരു വെയിൽ കിട്ടുകയാണെങ്കിൽ അവരിങ്ങനെ പൂത്ത് നിൽക്കും. ഇതിൻ്റെ ഒരു 3-4 കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ അത് ഒക്കെ കണ്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ പറമ്പിലുള്ള ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുള്ള ചട്ടികളുടെ ചെടിയൊക്കെ മാറ്റുകയാണ്. അത് ഒരുപാട് വേര് വന്നതുകൊണ്ട് ഇനി അത് പറ്റൂല, വേര് ഓടില്ല. അപ്പം ഇനി ഈ പോട്ട്സൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം. അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞാനിപ്പം നട്ടിട്ടുള്ള ചെടിയാണ്. ആ മഞ്ഞ പൂവിൻ്റെ ഒരു 2-3 തൈ ഞാൻ വേറെ ആക്കിയിട്ടതാണ്. ഇതൊക്കെ ബാക്കിൽ കൊണ്ടുവച്ചിട്ടാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. 1-2 ഒഴിവ് പറ്റുന്ന സമയത്ത് എത്ര ഒഴിവുള്ളത് വെച്ചാൽ ആ സമയത്ത് കഴുകും. നമ്മുടെ പൂച്ചക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ വർക്ക് പ്ലേസ്. വാഷ് ചെയ്യുന്ന സ്ഥലവും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കഴുകി വൃത്തിയാക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇത് ഞാനിപ്പം വീടിൻ്റെ റിനോവേഷനൊക്കെ ചെയ്ത സമയത്ത് ഞാൻ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് ചെയ്യിച്ചതാണ് ഇതുപോലെ ചെയ്തു തരാൻ വേണ്ടി, നല്ല ഹൈറ്റിൽ. അപ്പോൾ എനിക്ക് വാഷ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി സൗകര്യമാണ് ഇങ്ങനെ കുറച്ച് ഹൈറ്റിലാവുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നല്ല സോപ്പിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകി ഒന്ന് ഉണക്കിയെടുക്കണം.
പൂക്കൾ ആർക്കാ ഇഷ്ടമില്ലാത്തതല്ലേ? ഏത് പൂക്കൾ കണ്ടാലും കുറേ നേരം നമ്മൾ നോക്കി നിന്നു പോകും. ഓരോ പൂക്കളും ഓരോ കളേഴ്സാണ്. അതുപോലെ ചെടികളും ഞാനിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും. പച്ച ഇതൊക്കെ ഒരുപാട് രസമാണ്, കണ്ണിനൊരു കുളിർമ കിട്ടുന്നതാണ്. ഇവരൊക്കെ നല്ലോണം വെള്ളം കിട്ടുന്നതുകൊണ്ട് സന്തോഷമായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ എൻ്റെ മുറ്റത്തുള്ള പൂക്കളാണ്. ഇതൊക്കെ ഇലച്ചെടികളാണ്. പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള ചെടികൾ അധികം ഇല്ല വീട്ടിൽ. ഈ ഒരു ചെടി 10-20 കൊല്ലമായിട്ട് എൻ്റെ മുറ്റത്തുള്ളതാണ്. അതുകൊണ്ടൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആണ്. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു കഷ്ണം ചെടി ചോദിക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ചെടി വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ വളർത്തുന്ന ആൾക്കാർ അതുപോലെ സന്തോഷത്തോടെ നമുക്ക് പറിച്ചു തരും ചെയ്യും കേട്ടോ. അതിനായിട്ടുള്ള മണ്ണ് പോട്ടിംഗ് മിക്സ് എന്ന് വെച്ചാൽ മണ്ണിൽ കുമ്മായം മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് ദിവസം വെച്ചിരുന്നിട്ട് പിന്നെയാണ് ഞാൻ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ആ പ്രോസസ്സൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം മഴയൊന്നും ശരിക്കും നിൽക്കണം, അല്ലാതെ കുമ്മായം ഒന്നും ഇട്ടാൽ അത് ശരിയാവില്ല. മാസന്മാറി ഒരുപാട് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഉള്ളത് സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ സൈഡിലായിട്ട് ടേബിൾ റോസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഹാങ്ങി താഴേക്ക് വീണടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ലക്കി ബാംബു ആണ്, നല്ല ഗ്രീൻ കളറായിട്ട്. പിന്നെ ബോഗൻ വില്ലാസിൻ്റെ കാര്യം പിന്നെ പറയണ്ട, കുറച്ചാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ പറയുന്നതിലൊക്കെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം ചിലരൊക്കെ എന്നോട് നേരിട്ട് പറയാറുണ്ട്. അപ്പം കമൻറ്റ് സെക്ഷനിൽ അതൊക്കെ പറയാം, ഞാൻ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. Thank you for watching my video.